അടുത്തിടെയായി സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടിയ താരജോഡിയാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും. വിവാഹമോചിതനായ ജിഷിനുമായി ശക്തമായൊരു ബോണ്ടിംഗ് അമേയയ്ക്കുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും റീലുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതലാണ് ജിഷിൻ അമേയ ബന്ധം ആരാധകർക്കിടയിൽ ചർച്ചയായി തുടങ്ങിയത്. മുൻ ഭാര്യയും നടിയുമായ വരദയുമായി അകന്നു കഴിയുന്നതിനാൽ അമേയയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ തുടക്കത്തിൽ ജിഷിന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. മാത്രമല്ല, അമയുമായി ജിഷീൻ പ്രണയത്തിലാണെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ സത്യം അതല്ലെന്ന് വെളിപ്പെടുത്തി ഇരുവരും അടുത്തിടെ എത്തിയിരുന്നു. സൗഹൃദത്തിനും മുകളിലുള്ള ഒരു ബന്ധമുണ്ടെന്നല്ലാതെ പ്രണയമൊന്നുമില്ലെന്നാണ് ഇരുവരും പറഞ്ഞത്. പ്രണയത്തിലേക്കോ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലേക്കോ എത്തിയാൽ എല്ലാവരെയും അറിയിക്കുമെന്നും ഇരുവരും പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ജിഷിൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോകളാണ് വൈറലാകുന്നത്. അമേയ്ക്കൊപ്പമുള്ള കുറച്ച് മിറർ സെൽഫികളാണ് ജിഷിൻ പങ്കുവച്ചത്. ചുംബിക്കും മുമ്പ് നീ എന്നെ നോക്കുന്ന രീതി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഫോട്ടോകൾക്ക് ജിഷിൻ നൽകിയ ക്യാപ്ഷൻ. കൂടാതെ റൊമാൻറ്റിക് കപ്പിൾസ്, ലവ് സ്റ്റോറി, കിസ് മീ, റൊമാൻറ്റിക്, ലവ് യു ടുഗദർ ഫോർ എവർ തുടങ്ങിയ ഹാഷ്ടാഗുകളും നൽകിയിട്ടുണ്ട്. ബോളിവുഡിലെ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായ മേ അഗർ കഹോം എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായും നൽകിയിട്ടുണ്ട്. ജിഷിന്റെ മാറോട് ചേർന്നും തോളിൽ തലചായ്ച്ചും ചുംബനം നൽകിക്കൊണ്ടും നിൽക്കുന്ന അമേയയാണ് ഫോട്ടോകളിൽ കാണാൻ കഴിയുക. വൈറൽ കപ്പിളായതുകൊണ്ട് തന്നെ പുതിയ പോസ്റ്റും അതിവേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മാത്രമല്ല, അടുത്തിടെ ജിഷിന്റെ അഭിമുഖം പുറത്തു വന്ന ശേഷം നടന്റെയും അമേയുടെയും പോസ്റ്റുകൾക്ക് വരാറുള്ള നെഗറ്റീവ് കമന്റുകളിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ്ങിന് സന്തോഷം അറിയിച്ചും ആശംസകൾ നേർന്നുമാണ് ഏറെയും കമന്റുകൾ. ആരെയും നോക്കേണ്ട, ജീവിതം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ പലരും നോക്കും, അതൊന്നും മൈൻഡ് ആക്കേണ്ട. ഡിവോഴ്സ് ആയ ശേഷം പുള്ളിക്കാരൻ സന്തോഷിക്കരുത്, മറ്റൊരു ജീവിതം കണ്ടെത്തരുത് എന്നൊക്കെയാണോ നെഗറ്റീവ് കമന്റുകൾ എഴുതുന്ന കുലസ്ത്രീകളും പുരുഷന്മാരും വിചാരിക്കുന്നത്. അവരും ജീവിക്കട്ടെ സന്തോഷമായി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. വിവാഹമോചനത്തിന് ശേഷം കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ടിരുന്ന താനെന്നും അതെല്ലാം നിർത്തിയത് അമേയ കാരണമാണെന്നും അടുത്തിടെ ജിഷിൻ വെളിപ്പെടുത്തിയിരുന്നു. അമേയ ഞാൻ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. എന്റെ വിവാഹമോചനം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇനി വിവാഹമോചനം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നാണോ? സന്തോഷിക്കാൻ പാടില്ലേ? വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ? ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമേയ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്, അതിന് മുകളിലേക്കൊരു സ്നേഹബന്ധമുണ്ട്, പരസ്പരമായ ഒരു ധാരണയുണ്ട്, ഒരു ബോണ്ടുണ്ട്, പരസ്പരമുള്ള കരുതലുണ്ട്. അതിനെ പ്രണയമെന്നൊന്നും വിളിക്കാനാവില്ല. അത് വിവാഹത്തിലേക്കും പോകില്ല. ആ ബന്ധത്തിനെ എന്ത് പേരെടുത്തും വിളിച്ചോട്ടെ, പക്ഷെ അവിഹിതമെന്ന് പറയരുതെന്നാണ് അടുത്തിടെ ജിഷിൻ അഭിമുഖത്തിൽ പറഞ്ഞത്.